പഠിച്ചോനെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും അല്ലെ, ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? മറിയം ബീവിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ കഥ ഖുർആൻ വളരെ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. മറിയം ബീവി ഗതി കെട്ടിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, യാലൈത്തനി മിത്തു കബലഹാദ വകുന്തു നസിയം മൻസിയ. പഠിച്ചോനെ ഞാൻ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ. നസിയം മൻസിയ, ഞാൻ ഓർക്കപ്പെടാതെ ആരും അറിയാത്ത ഒരാളായി പോയിരുന്നെങ്കിൽ. പിന്നെ പടപ്പുവയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറിയം ബീവി കൂടുതൽ വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. അതിലേറെ രസം പിന്നെ മറിയം ബീവിക്ക് വേണ്ടി സംസാരിക്കുന്നത് അത്രയും പടച്ചോനാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലൂടെ അതല്ലെങ്കിൽ ഈന്തപ്പന കായ്പിച്ചുകൊണ്ടൊക്കെ പടച്ചോൻ സംസാരിക്കുകയാണ്. തീർന്നില്ല. ഈ ഒരു കഥ നസിയം മനസ്സിയ, ഞാൻ ഓർക്കപ്പെടാത്ത പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ കഥ ഖിയാമത്ത് നാളോളം ആളുകൾ ഓർക്കപ്പെടുന്ന രൂപത്തിൽ പടച്ചോൻ അതിനെ എഴുതി വെക്കുന്നുണ്ട്. ആ അധ്യായത്തിനാവട്ടെ മറിയം എന്ന പേര് നൽകുന്നുണ്ട്. അറിയാം, ഭയങ്കര പെയിൻഫുള്ളായ മൊമെന്റിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാം. എന്തെന്നായാലും നിങ്ങളെ പ്രശ്നങ്ങളൊന്നും എന്തല്ലല്ലോ പടച്ചോന്റെയിലും വലുതല്ലല്ലോ. ഓൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഹാവ് എ നൈസ് ഡേ.